ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. 100ാം വിക്ഷേപണ വിജയ നിറവിൽ ശ്രീഹരിക്കോട്ട. ISROയുടെ NVS-02 വിക്ഷേപണം വിജയകരം. മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലുമുണ്ടായ അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് UP സർക്കാർ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. മുൻനിര നേതാക്കൾ ഇന്ന് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ബീറ്റിംഗ് റിട്രീറ്റിനൊരുങ്ങി രാജ്യതലസ്ഥാനം. നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചന്താമരയെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹൈദരാബാദ് FCയെ നേരിടും. വാർത്തകൾ വിശദമായി. 100ാം വിക്ഷേപണ വിജയ നിറവിൽ ശ്രീഹരിക്കോട്ട. ISROയുടെ ഗതി നിർണയ ഉപഗ്രഹമായ NVS-02വിനെ GSLV F-15 റോക്കറ്റ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ രാവിലെ 6:23 വിക്ഷേപണം. നിർണായകമായ ഈ നേട്ടത്തിൽ ISROയെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. വിക്ഷേപണം വിജയകരമായതിൽ സന്തോഷമുണ്ടെന്ന് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. Extremely happy to announce from the spaceport of ISRO that the first launch of this year 2025 has been successfully accomplished with GSLV F-15 launch vehicle precisely injecting the navigation satellite NVS-02 in the required intended orbit. മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലുമുണ്ടായ അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനങ്ങൾ അറിയിച്ച പ്രധാനമന്ത്രി പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും ആശംസിച്ചു. അപകടത്തിൽപ്പെട്ടവർക്ക് അടിയന്തര സഹായങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ആരോഗ്യമന്ത്രി JP നദ്ദ തുടങ്ങിയവരും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് സാഹചര്യം വിലയിരുത്തി. തീർത്ഥാടകർ ഇന്ന് രാവിലെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. തീർത്ഥാടകർ സമീപമുള്ള ഗംഗാഘട്ടുകളിൽ സ്നാനം നടത്തണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. प्रयागराज में हालात वर्तमान में नियंत्रण में हैं, लेकिन भीड़ का दबाव बहुत बना हुआ है. अखाड़ा परिषद से जुड़े हुए पदाधिकारियों के साथ मैंने स्वयं भी बातचीत की है. संगम नोच पर, अखाड़ा मार्ग पर, नागवासुकी मार्ग पर लगातार दबाव बना हुआ है और वहां पर श्रद्धालु जनों की सुविधा के लिए भी हर प्रकार की वहां पर प्रशासन पूरी मुस्तैदी के साथ लगा हुआ है. और इसीलिए मेरी अपील है पूरे प्रदेशवासियों से, पूरे देशवासियों से और सभी श्रद्धालुओं से भी, सभी पूज्य संतों से भी कि अफवाह पर कोई ध्यान न दें. മഹാകുംഭമേളയുടെ ഭാഗമായി നടക്കുന്ന മൌനി അമാവാസ്യ ചടങ്ങിനായി 10 കോടിയോളം തീർത്ഥാടകരാണ് ഇന്ന് പ്രയാഗ്രാജിൽ എത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ അടുത്ത മാസം 5 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. BJP, ആം ആദ്മി, കോൺഗ്രസ് പാർട്ടികളുടെ മുൻനിര നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ഷഹദാര മണ്ഡലത്തിലെ കർത്താർ നഗറിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തുടങ്ങിയ നേതാക്കളും BJPയ്ക്കായി പ്രചാരണത്തിനിറങ്ങും. ആം ആദ്മി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ബദ്ലി, തിമാർപൂർ മണ്ഡലങ്ങളിൽ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ രജൌരി ഗാർഡൻ, തിലക് നഗർ, വികാസ്പുരി എന്നിവിടങ്ങളിൽ മെഗാ റോഡ് ഷോ നടത്തും. തെരഞ്ഞെടുപ്പിനായുള്ള പ്രകടന പത്രിക കോൺഗ്രസ് ഇന്ന് പുറത്തിറക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ബവാനയിൽ ഇന്ന് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. യമുന നദിയിൽ വിഷം കലർത്തിയെന്ന പരാമർശത്തിൽ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. ആരോപണവുമായി ബന്ധപ്പെട്ട് BJPയും കോൺഗ്രസും നൽകിയ പരാതികളിലാണ് നടപടി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി 8 മണിക്കുള്ളിൽ മറുപടി നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഡൽഹി ജലബോർഡിന്റെ റിപ്പോർട്ടുകളിൽ യമുന നദിയിൽ വിഷം കലർന്നതായി പരാമർശിക്കുന്നില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ നടക്കും. വിവിധ സേനാ വിഭാഗങ്ങളുടെ ബാൻഡുകൾ ചടങ്ങിൽ അണിനിരക്കും. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയ പ്രമുഖർ ബീറ്റിംഗ് റിട്രീറ്റ് വീക്ഷിക്കാനെത്തും. കദം കദം ബഠായേ ജാ, അമർ ഭാരതി, ഇന്ദ്രധനുഷ് തുടങ്ങിയ ജനപ്രിയ ഈണങ്ങൾ ബാൻഡ് സംഘങ്ങൾ ചടങ്ങിൽ ആലപിക്കും. ഇതോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെ വിജയ് ചൌക്കിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ നാളെ സർവകക്ഷി യോഗം വിളിച്ചു.
മറ്റന്നാളാണ് രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ശനിയാഴ്ച കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പിടിയിലായ പ്രതി ചെന്താമരയെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നു. ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലുള്ള പ്രതിയെ ഇന്ന് വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കും. രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ഇയാളെ 36 മണിക്കൂർ നീണ്ട തിരച്ചിലിനു ശേഷം ഇന്നലെ രാത്രിയാണ് പിടികൂടിയത്. 2019 പോത്തുണ്ടി ബോയൻ കോളനിയിലെ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയുമാണ് കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയത്. ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ നെന്മാറ SHOയെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. പാലക്കാട്ടെ നിർദ്ദിഷ്ട മദ്യനിർമ്മാണശാല പദ്ധതി എല്ലാവരെയും വിശ്വാസത്തിലെടുത്തേ നടപ്പിലാക്കുകയുള്ളൂവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇക്കാര്യത്തിൽ CPI ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാവരുടെയും ആശങ്ക പരിഹരിക്കും. മദ്യനയത്തിൽ സർക്കാർ മാറ്റം വരുത്തിയിട്ടില്ലെന്നും ആദ്യഘട്ട ചർച്ചകൾ മാത്രമാണ് നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാനഡയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടുന്നതായുള്ള കനേഡിയൻ റിപ്പോർട്ട് തള്ളി ഇന്ത്യ. കാനഡയാണ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നിരന്തരം ഇടപെടുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ തീരസേന രൂപീകരണ ദിനത്തിന് മുന്നോടിയായി ലക്ഷദ്വീപിൽ സംയുക്ത തീരദേശ ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്വച്ഛ് ഭാരത് സ്വച്ഛ് സാഗർ അഭിയാൻ സംരംഭങ്ങളുടെ ഭാഗമായി കവരത്തിയിലെ ഗാന്ധി സ്ക്വയർ ബീച്ചിൽ ശുചീകരണ ഡ്രൈവ് നടത്തി. കോസ്റ്റ് ഗാർഡ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ മൊബീൻ ഖാൻ പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫെബ്രുവരി 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രൂപീകരണ ദിനം. ഇന്ന് ദേശീയ പത്രദിനം. 1780 രാജ്യത്തെ ആദ്യത്തെ പത്രം പുറത്തിറക്കിയതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ജനുവരി 29 ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനമായി ആഘോഷിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ പത്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ട ചർച്ചകൾക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അടുത്തയാഴ്ച US സന്ദർശിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വെടിനിർത്തൽ പ്രാബല്യത്തിലായതോടെ ഇരുപക്ഷത്തു നിന്നുമുള്ള നിരവധി ബന്ദികളെയും തടവുകാരെയും ഇസ്രായേലും ഹമാസും മോചിപ്പിച്ചിരുന്നു. അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ ദുരിതാശ്വാസ ഏജൻസിയായ UNRWAയുടെ പ്രവർത്തനങ്ങൾക്ക് ഇസ്രായേൽ നിരോധനം ഏർപ്പെടുത്തി. നാളെ മുതലാണ് നിരോധനം. ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഏജൻസിക്ക് പങ്കുണ്ടെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേലിന്റെ നടപടി. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹൈദരാബാദ് FCയെ നേരിടും. ഗുവാഹത്തിയിൽ രാത്രി 7:30 മത്സരം. ദേശീയ ഗെയിംസിൽ കേരളം ഇന്ന് വനിതാ പുരുഷ വാട്ടർ പോളോയിൽ മത്സരത്തിനിറങ്ങും. കേരളത്തിന്റെ മെഡൽ പ്രതീക്ഷയായ നീന്തൽ താരം സജൻ പ്രകാശ് ഇന്ന് മത്സരിക്കും. 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 100 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്നീ ഇനങ്ങളിലാണ് സജൻ മത്സരിക്കുന്നത്. വോളിബോളിൽ കേരളത്തിന്റെ പുരുഷ വനിതാ ടീമുകളും ബാസ്കറ്റ്ബോളിൽ വനിതകളും ഇന്ന് കളത്തിലിറങ്ങും. വൂഷു ഇനത്തിലും കേരളത്തിന് ഇന്ന് മത്സരമുണ്ട്. പ്രദർശന മത്സരമായി കളരിയും ഇന്ന് ആരംഭിക്കും. ഡൽഹിയും റെയിൽവേസും തമ്മിൽ നാളെ നടക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി കളിക്കും. ആഭ്യന്തര ക്രിക്കറ്റിലേക്കുള്ള കോഹ്ലിയുടെ തിരിച്ചുവരവാണിത്. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാവിലെ 9:30 മത്സരം. ICC ചീഫ് എക്സിക്യൂട്ടീവ് ജെഫ് അരാഡിസ് സ്ഥാനമൊഴിയാൻ തീരുമാനിച്ചതായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ സ്ഥിരീകരിച്ചു. അടുത്ത മാസം ആരംഭിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി 2025 ആതിഥേയത്വം വഹിക്കാൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് തീരുമാനം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന ചൂട് സൂര്യാഘാതത്തിനും നിർജ്ജലീകരണത്തിനും കാരണമാകുമെന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. 100ാം വിക്ഷേപണ വിജയനിറവിൽ ശ്രീഹരിക്കോട്ട. ISROയുടെ NVS 02 വിക്ഷേപണം വിജയകരം. മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലുമുണ്ടായ അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് UP സർക്കാർ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. മുൻനിര നേതാക്കൾ ഇന്ന് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ബീറ്റിംഗ് റിട്രീറ്റിനൊരുങ്ങി രാജ്യതലസ്ഥാനം. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹൈദരാബാദ് FCയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.